ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന വയനാട് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം. 4 വശവും വൻ മലകളാൽ ചുറ്റപ്പെട്ട ഒരു സമതലത്തിൽ താലത്തിൽ വെച്ചതുപോലെ ഉയർന്ന ഒരു കുന്നിൻ മുകളിലാണ് ക്ഷേത്രത്തിൻ്റെ സ്ഥാനം. വലിയ കരിങ്കൽപ്പാളികൾ ഉപയോഗിച്ചാണ് പടവുകൾ നിർമ്മിച്ചിരിക്കുന്നത്. തറയിലും വലിയ കരിങ്കൽപ്പാളികൾ പാകിയിരിക്കുന്നു. മരിച്ചുപോയവരുടെ ആത്മശാന്തിക്കായി നടത്തപ്പെടുന്ന ബലിപൂജകൾക്കാണ് ഈ ക്ഷേത്രത്തിന് പ്രസിദ്ധി. കർണാടക അതിർത്തിയിൽ ബ്രഹ്മഗിരി മലനിരകളുടെ പശ്ചാത്തലത്തിൽ വയനാട് വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിന് നടുക്കാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത 30 കരിങ്കൽ തൂണുകൾ അതൊരു കാഴ്ചയാണ്. പുത്തരി, ചുറ്റുവിളക്ക്, നവരാത്രി, ശിവരാത്രി, കർക്കിടകം, തുലാം, കുംഭം എന്നീ മാസങ്ങളിലെ കറുത്തവാവ് ബലി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ദിനങ്ങൾ. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം മേടമാസത്തിലെ വിഷുവിളക്കായി നടത്തുന്നു. വർഷത്തിൽ എല്ലാ ദിവസവും ഇവിടെ മരിച്ചവർക്കായുള്ള ബലിതർപ്പണം നടക്കാറുണ്ട്. ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗത്തായി വനത്തിനുള്ളിലാണ് പ്രസിദ്ധമായ പാപനാശിനി ഉള്ളത്. ക്ഷേത്രത്തിലേക്ക് വെള്ളം എത്തിക്കുന്നതിനായി നിർമ്മിച്ചിട്ടുള്ള കരിങ്കൽ പാത്തി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വടക്കേ മലബാറിലെ വാരിക്കൻ നായനാർ കുടുംബത്തിലെ അംഗമായ ഒരു തമ്പുരാട്ടി ക്ഷേത്ര ദർശനത്തിന് എത്തുകയും ദർശനത്തിന് ശേഷം മേൽശാന്തിയോടെ കുടിക്കാൻ അല്പം വെള്ളം ചോദിക്കുകയും പാപനാശിനിയിൽ നിന്നും വെള്ളം എത്തിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് മേൽശാന്തി തമ്പുരാട്ടിയോട് പറഞ്ഞു മനസ്സിലാക്കുകയും തമ്പുരാട്ടി ഉടൻ തന്നെ പരിചാരകരെ വിളിച്ച് വെള്ളം എത്തിക്കുന്നതിനുള്ള നടപടിക്ക് കൽപ്പന നൽകുകയും ചെയ്തു എന്നാണ് കഥ. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി നിർമ്മിച്ചിട്ടുള്ള കരിങ്കൽ പടവുകൾ ഇറങ്ങി ഒരു ഫർലോങ് ദൂരം സഞ്ചരിച്ചാൽ പാപനാശിനിയിൽ എത്താവുന്നതാണ്. ബ്രഹ്മഗിരി മലനിരകളിൽ നിന്നും ഉത്ഭവിച്ച് പാറക്കെട്ടുകൾക്കിടയിലൂടെ നിരവധി വൃക്ഷങ്ങളുടെ വേരുകളെയും ഇലകളെയും തഴുകിയെത്തുന്ന ഔഷധഗുണമുള്ള പാപനാശിനി ജലത്തിൽ മുങ്ങിക്കുളിച്ചാൽ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിതനാവും എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ നിന്നും പാപനാശിനിയിലേക്കുള്ള പടവുകൾ ഇറങ്ങിയാൽ പഞ്ചതീർത്ഥം കാണാവുന്നതാണ്. തിരുനെല്ലി ക്ഷേത്രത്തോട് ചേർന്ന് 64 ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നെന്നും അതിൽ പ്രധാനപ്പെട്ടതാണ് പഞ്ചതീർത്ഥമെന്നും പറയപ്പെടുന്നു. കാശിയിലെ പുണ്യനദിയായ ഗംഗാ നദിയെപ്പോലെ തെക്കൻ കാശിയായ തിരുനെല്ലിയിലെ ഗംഗാ നദിയാണ് പാപനാശിനി. കാനന മധ്യത്തിൽ പ്രശാന്തസുന്ദരമായ അന്തരീക്ഷത്തിലാണ് പാപനാശിനി ഉള്ളത്. പാപനാശിനിയിലേക്കുള്ള വഴിയിൽ കാനന മധ്യത്തിലായി ഒരു പുരാതന ശിവക്ഷേത്രം കൂടിയുണ്ട്. ചരിത്രരേഖകൾ അനുസരിച്ച് തിരുനെല്ലി 16-ാം നൂറ്റാണ്ട് വരെ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും സമൃദ്ധമായ സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു. തെക്കേ ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് തിരുനെല്ലി. വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ നിന്നും 48 കിലോമീറ്ററാണ് തിരുനെല്ലി. ക്ഷേത്രമുറ്റത്തു നിന്നും ചുറ്റുമുള്ള മലനിരകളുടെ കാഴ്ച അവർണ്ണനീയമാണ്. തിരുനെല്ലിയിലേക്കുള്ള യാത്ര ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവമായിരിക്കും.